ഗല്ലാബോക്സിന്റെ മൊബൈൽ ആപ്പാണ് നമ്മൾ അതിന്റെ ഒരു ഡെമോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട് നോക്കാം. നമുക്ക് ജസ്റ്റ് ആപ്പ് സെലക്ട് ചെയ്യാം. അപ്പോ ഇതിൽ നമുക്ക് മെസ്സേജസ് കണ്ടോ, നമുക്ക് എന്നിട്ടുള്ളതായിട്ടുള്ള മെസ്സേജുകൾ കാണിക്കാം. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻകമിങ്ങോ അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള മെസ്സേജുകൾ കാണിക്കും. പിന്നെ കോണ്ടാക്റ്റുകൾ ഇവിടെ കാണിക്കും. ഹലോ, ഒരു കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ചെയ്യണേ ചെയ്യാം. പക്ഷെ ടെംപ്ലേറ്റ് ചാനൽ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കോൺവെർസേഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പേയ്മെന്റ് റിക്വസ്റ്റ് അയക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോ ഇവിടുന്ന് ഒരു പേയ്മെന്റ് റിക്വസ്റ്റ് അയച്ചു കൊടുക്കാം. സെൻഡ്. ഓക്കെ, സെൻഡായി 521. ഇപ്പൊ സെൻഡായി. ഓക്കെ, അതെനിക്കിവിടെ എന്റെ വാട്സപ്പിൽ വരികയും ചെയ്യും. ഓക്കെ, 521 100 രൂപ ഫോർ ടെസ്റ്റ് നടത്തുന്നു. അപ്പോ ഇതാണ് ഗല്ലാബോക്സിന്റെ ഒരു സംഭവം. ഇത് കോൺവെർസേഷൻ, അതായത് അസൈൻ ചെയ്തതായിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ളതൊക്കെ കോൺവെർസേഷൻ ഇവിടെ വരും. ഓക്കെ, മെൻഷൻ ചെയ്തത്, പിൻ ചെയ്തത്, ഓപ്പൺ കോൺവെർസേഷൻ, സോൾവ് ചെയ്ത കോൺവെർസേഷൻ. പിന്നെ കോണ്ടാക്ട്, അത് ഇവിടെ വരും. കമ്പനീസ്, സെറ്റിങ്സ്. ഓക്കെ, അവിടെ നമ്മൾ എത്ര ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് എത്ര ബാലൻസ് ഉണ്ട്, ഇവിടുന്ന് പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് എന്തോ എന്റെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ചാറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്ര ഉള്ളു. അതായത് ഇപ്പൊ നമുക്ക് ഇൻകമിങ് മെസ്സേജ്, കോണ്ടാക്റ്റുകൾ. മറ്റുള്ള ഇതിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് അതിലൂടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. കാരണം ചാറ്റ് ബോട്ട്, മറ്റുള്ള എന്താ പറയാ, ബൾക്ക് മെസ്സേജിങ്, പിന്നെ ഫ്ലോ, കൊമേഴ്സ്, ഇന്റഗ്രേഷൻസ്, ഇതൊന്നും ഇതിലൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമുക്ക് എന്താണ്, ഇതിലൂടെ അത് ചെയ്യാൻ സാധ്യമല്ല. അത് ശരിക്കും നമുക്ക് സിസ്റ്റത്തിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോ മെയിൻ ഇപ്പൊ നമുക്ക് ഒരാള് സപ്പോസ് ഞാൻ എന്റെ ഒരു ഇതെടുത്തിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. 807 01. ഞാനിപ്പോ ഇതില് എന്താണ് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചുതരാം. ഓക്കെ, ഞാനിപ്പോ ഇതിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. ഹായ്, ഇതാണ് ഇപ്പൊ നമ്മുടെ ഗല്ലാബോക്സ് നമ്പർ. അപ്പോ എന്ത് ജസ്റ്റ് ഞാൻ അയച്ച സമയത്ത് തന്നെ ഇവിടെ ഗല്ലാബോക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, സിമ്പിൾ. അതിപ്പോ എനിക്ക് സിസ്റ്റത്തിലും വന്നിട്ടുണ്ട്. സിസ്റ്റത്തിൽ കോൺവെർസേഷനിൽ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോ വളരെ പെർഫെക്റ്റ് ആണ് കണ്ടോ. അപ്പൊ ഞാൻ ഗല്ലാബോക്സ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇതിൽ വന്നു. ഞാൻ ഇവിടുന്ന് എനിക്ക് ടൈപ്പ് ചെയ്യാം. ഹായ്, ഹലോ, ടൈപ്പ് ചെയ്തു. സെയിം ടൈമിൽ എനിക്ക് വാട്സപ്പിലും അത് കിട്ടി. ഒരു വാട്സപ്പ് നമ്പർ പോലെ തന്നെ. ഇനിയിപ്പോ ഇതിലൂടെ എനിക്ക് ബാക്കി ഇമേജ്, വീഡിയോ കാര്യങ്ങളെല്ലാം അയക്കാം. റീസെന്റ് അപ്ലോഡ് ഫയലുകൾ അപ്ലോഡ് ചെയ്യാം, പ്രോഡക്റ്റുകൾ അയച്ചെടുക്കാം. ഇനി വോയിസ് അയക്കാം, വോയിസ് അയച്ചു കൊടുക്കാം.
ഹായ്, ഹൗ ആർ യു? ഇതൊരു വാട്സപ്പിനെ പോലുള്ള സംഭവം നിങ്ങൾ ചെറിയ ഒരു എന്താ പറയാ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. കാരണം ഇത് വാട്സപ്പിനെ റീപ്ലേസ് ചെയ്യാനുള്ള സംഭവമല്ല, ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ ആ ഒരു വോയിസ് എനിക്ക് ഇവിടെ കിട്ടി. ട്രൈ ചെയ്തോ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഇവിടുന്ന് വോയിസ് ഇട്ടു കൊടുത്തു. അപ്പോ അത് ഇവിടെ വന്നു. ന്യൂ ഓഡിയോ ഡിവൈസ് നമുക്ക് ഗല്ല ബോക്സിൽ വന്നു. ഗല്ല ബോക്സ് തുറന്നു നോക്കിയാൽ മതി. ഉണ്ടോ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത്രയും, അതായത് നമുക്ക് ഒരു 6 പേർക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഇതില് 6 യൂസേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാം. അത് ആ ഓരോ കോൺവെർസേഷനും ആർക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ അവിടുന്ന് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റഡ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഓണറായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. എനിക്ക് യാതൊരു സംഭവം തോന്നിയില്ല. കാരണം ചില ആപ്ലിക്കേഷൻസ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുമ്പോൾ, മെയിൻലി പറയുകയാണെങ്കിൽ വാട്ടിയെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സംഭവം വോയിസ് അയച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ കുറച്ച് ഡിലേ വരും. ഒരു 30 സെക്കൻഡ് ആ ഒരു രൂപത്തിലൊരു ഡിലേ വന്നിട്ടാണ് നമുക്ക് ഇവിടെ ഇൻബോക്സിൽ കിട്ടുക. പക്ഷെ അതൊന്നുമില്ല, ഇത് വളരെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. എനിവേ, താങ്ക് യു.